ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സേഫ് ആയിട്ടിരിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ട് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. പരിപ്പ് പ്രഥമൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 250 ഗ്രാം ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞ് എടുത്തിട്ടുള്ള പരിപ്പാണിത്. ഈ പരിപ്പ് നമുക്കിനി ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വറുത്തെടുക്കാം. പരിപ്പിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് കഴുകിയതിന് ശേഷം മുഴുവൻ വെള്ളവും പോയതിന് ശേഷം മാത്രമേ നമ്മൾ വറുത്തെടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ വെള്ളം പാൻ്റെ അടിയിൽ പിടിച്ച് കുഴയുകയും ചെയ്യും. നമുക്ക് വറുത്തെടുക്കാൻ കൂടുതൽ ടൈം വേണ്ടി വരികയും ചെയ്യും. പരിപ്പ് ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഏകദേശം നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്ന ഒരു പാകം, ആ ഒരു പാകത്തിന് വേണം നമ്മൾ പരിപ്പ് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ പരിപ്പ് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്തെടുത്ത ഈ പരിപ്പ് നമുക്കിനി പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി പരിപ്പ് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ ഒരു അളവ് പരിപ്പിനേക്കാൾ കുറച്ചുകൂടി മുകളിൽ നിൽക്കണം കേട്ടോ. വെള്ളത്തിന് പകരം നാളികേരത്തിൻ്റെ 3-ാം പാലിലും പരിപ്പ് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ മതിയാകും. ഇനി നമുക്ക് പായസത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. ഇവിടെ ഞാൻ 250 ഗ്രാം പരിപ്പിന് 500 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയുടെ ഒരളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതിയാകും. ഇനി ഈ ശർക്കര നമുക്കൊരു പാനിൽ ഉരുക്കിയെടുക്കാം. ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം തയ്യാറാക്കുമ്പോൾ എപ്പോഴും കറുത്ത ശർക്കര എടുക്കുന്നതായിരിക്കും നല്ലത്. പായസം കാണാനും ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും. ശർക്കര ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ശർക്കര പാനി അരിച്ച് മാറ്റി വെക്കണം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പ് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പരിപ്പ് ഞാൻ ഈ ഒരു ഉരുളിയിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 15-20 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മളിങ്ങനെ നന്നായിട്ട് വരട്ടിയെടുക്കുമ്പോൾ പരിപ്പിനൊക്കെ നല്ല ശർക്കരയുടെ കളറാകും. ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടണം. ഇപ്പം നമ്മൾ ശർക്കര നന്നായിട്ട് വരട്ടി ഈ ഒരു പാകം ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, എന്നാലും നെയ്യിൽ വരട്ടിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഈ ഒരു ടൈമിലൊക്കെ നെയ്യിൽ വരട്ടിയെടുക്കുന്നതിൻ്റെ നല്ലൊരു വാസനയാണ്. ഇത്രയും വരെയും ശർക്കര വരട്ടിയെടുക്കണ്ട എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നാളികേരത്തിൻ്റെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വരട്ടിയെടുത്ത് ഈ ഒരു പാകത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ നാളികേര പാലിന് വേണ്ടിയിട്ട് 2 നാളികേരമാണ് ചിരകിയെടുത്തത്. 2-ാം പാല് 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ 2-ാം പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ പായസം 2-ാം പാലിൽ കിടന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു 15 ഏലക്ക എടുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത്. ചുക്കും നല്ല ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ടൈമിൽ പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ പരിപ്പ് പ്രഥമൻ്റെ ടേസ്റ്റിന് പകരം മുന്നിട്ട് നിൽക്കുന്നത് ചുക്കിൻ്റെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-ാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. 1-ാം പാല് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും കേട്ടോ. പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതെടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഇലയിൽ വിളമ്പാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. 1-ാം പാല് ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നെയ്യിലേക്ക് നമുക്ക് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നാളികേരക്കൊത്ത് നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഈ ഒരു പാകം മതിയാകും. ഒത്തിരി ഡാർക്ക് ആവേണ്ട ആവശ്യമില്ല. റോസ്റ്റ് ചെയ്തെടുത്ത് നാളികേരക്കൊത്ത് നമുക്ക് പാനിൽ നിന്നും മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് നെയ്യിൽ കാഷ്യൂസ് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂസ് ഇപ്പോൾ ചെറുതായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത കാഷ്യൂസും റൈസിൻസും എല്ലാം ഇപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പായസത്തിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേര കൊത്തും കാഷ്യൂസും റൈസിൻസും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റിയായ പരിപ്പ് പ്രഥമൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. താങ്ക് യു. ബൈ.